നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ താരത്തിന്റെ മറ്റൊരു വാർത്ത വൈറലാവുകയാണ്. സമപ്രായക്കാരായ 2 മക്കളുമായും അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കുകയാണ് നടി നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും. ഒഴിവുവേളകളിൽ ഇരട്ടകളായ ഉയിർ, ഉലകം എന്നിവരുടെ കുസൃതികൾ ആസ്വദിക്കുന്ന തിരക്കിലാവും നയൻസും വിക്കിയും. അവരെയും കൊണ്ട് യാത്ര പോകാറുമുണ്ട് ഇവർ 2 പേരും. ഈ വർഷം ഉയിരിനും ഉലകിനും 2 വയസ്സ് തികയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മക്കളെയും കൊണ്ട് നയൻതാരയും വിഘ്നേഷ് ശിവനും ഡിസ്നി ലാൻഡ് കാണാൻ പോവുകയും ചെയ്തിരുന്നു. പണവും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നയൻതാര മക്കളെ തന്നെ കൺമുന്നിൽ വളർത്തണമെന്ന് ചിന്തിക്കുന്ന അമ്മയാണ്. കൈക്കുഞ്ഞായിരിക്കുന്ന നാളുകളിലെ ഉറക്കമില്ലായ്മയും കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പരിചയക്കുറവും ഒക്കെയാവും പല അമ്മമാരുടെയും പ്രധാന തലവേദന. ആ പ്രായം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും. ആദ്യത്തെ 6 മാസമായിരിക്കും കടുപ്പം എന്ന് ചിന്തിക്കുന്ന അമ്മമാരോട് നടന്നു തുടങ്ങിയ ബിരുദന്മാരുടെ അമ്മമാർക്ക് എന്താകും പറയാനുണ്ടാവുക. അതിന് വിഘ്നേഷ് ശിവൻ സാക്ഷാൽ രജനീകാന്തിന്റെ ഒരു വീഡിയോയെ കൂട്ടുപിടിക്കുകയാണ്. പൈത്തിക്കാര, ഇനിയല്ലേ തമാശ ആരംഭിക്കുന്നത് എന്ന് രജനീകാന്തിന്റെ തന്നെ വയസ്സായ രൂപം യുവാവായി സമീപത്ത് നിൽക്കുന്ന രജനീകാന്തിനോട് പറയുന്ന വീഡിയോ ആണ് വിക്കി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പരം സത്യമില്ല എന്നാണ് വിക്കിയുടെ ഭാഷ്യം. നയൻതാരയെ ടാഗ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി ശരിയെന്ന് നയൻതാരയും സമ്മതിക്കുന്നു. കൈകൂപ്പിയ 2 ഇമോജികൾക്കൊപ്പം നയൻതാര വിക്കി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയും ചെയ്യുകയാണ്. അതേസമയം നയൻതാരയ്ക്ക് ഇപ്പോൾ സിനിമകളില്ല. കാരണം വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെ സിനിമകളിൽ അഭിനയിക്കുന്ന നയൻതാരയ്ക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സെറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് സുബൈർ സംസാരിച്ചിരുന്നു. അഭിനേതാക്കൾ പ്രൊഡക്ഷൻ ഹൗസ് നൽകുന്ന സുഖ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യാറുണ്ടെന്നും ഇത് നിർമ്മാതാവിന് സാമ്പത്തികമായി അധിക ചെലവുണ്ടാക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. നയൻതാരയുടെ 2 കുട്ടികളെ നോക്കാൻ 4 സ്റ്റാഫ് ഉണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്തും അവരെത്തും. അവരുടെ ചെലവ് പ്രൊഡക്ഷൻ ഹൗസ് വഹിക്കണം. ഇതിനാൽ ഷൂട്ടിങ്ങിന് വരാൻ നടിക്ക് വേണ്ടി പ്രത്യേക ഫ്ലൈറ്റുകൾ വേണ്ടിവരുന്നു. ഇത് നിർമ്മാതാവിന് അധിക ചെലവുണ്ടാക്കുന്ന എന്ന് ഗോസിപ്പുകളുണ്ട്. ഇത് സത്യമാണെന്ന് സുബൈർ പറയുന്നു. എല്ലാ നടിമാരും അങ്ങനെയാണ്. ഒരു സിനിമയിൽ നടനോ നടിയോ കമ്മിറ്റായാൽ ആ സിനിമ പൂർത്തിയാക്കി അവർ പുറത്തു വരുന്നത് വരെയും അവർ ഭക്ഷണ ചെലവ്, സ്റ്റാഫുകളുടെ ചെലവ്, താമസം എന്നിവയെല്ലാം പ്രൊഡക്ഷൻ കമ്പനിയുടേതാണ്. പുതിയ അഭിനേതാക്കൾ ഈ പ്രവണത കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് കാലമായി സിനിമ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ ഇപ്പോൾ സിനിമ നിർമ്മിക്കുന്നത് കുറച്ചിട്ടുണ്ട്. അടുത്തിടെ ഒരു നടി ഹെയർ ഡ്രസ്സറെ വിളിച്ചു. ഒരു ദിവസത്തേക്ക് 25,000 രൂപ, ഒപ്പം താമസ ചെലവും. ഇത്തരം രീതികൾ ശരിയല്ലെന്നും സുബൈർ പറയുന്നു. എല്ലാ നടിമാരും ഷൂട്ടിംഗ് സ്ഥലത്ത് 5-6 പേരെ കൊണ്ടുപോകുന്നു. ചിലർക്ക് അരുമ മൃഗത്തെ കൊണ്ടുപോകാൻ വേറെ ടിക്കറ്റ് വേണ്ടിവരും. ചിലർ മക്കളെ നോക്കാൻ ഒരു ടീമിനെ കൊണ്ടുപോകുന്നു. ഇത് സിനിമാ വ്യവസായത്തിന് നല്ലതല്ലെന്നും സുബൈർ പറയുന്നുണ്ട്. മാത്രമല്ല, റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നയൻതാര ഫോളോ ചെയ്യുന്നത്. ഇതും മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട്.